അന്തിക്കാട് പുത്തൻകോവിലകം കടവ് റോഡുമായി അന്തിക്കാട് കോൾപ്പാടശേഖരത്തെ ബന്ധിപ്പിക്കുന്ന പ്രധാന പാലം തകർന്നു വീണു. ഞായറാഴ്ച ഉച്ചയോടെയാണ് അപകടമുണ്ടായത്. ഏറെ കാലങ്ങളായി ഈ പാലത്തിന്റെ ഏതാനും സ്ലാബുകളുടെ അടിഭാഗം തകർന്നതുമൂലം മേൽഭാഗം അല്പം ഇടിഞ്ഞു നിൽക്കുകയായിരുന്നു. കഴിഞ്ഞ കോൾപ്പാട ശേഖരത്തിലെ വിളവെടുപ്പുമായി ബന്ധപ്പെട്ട നിരവധി വാഹനങ്ങൾ കടന്നുപോയതോടെ ഈ പാലം വീണ്ടും രൂക്ഷമായ തകർച്ച ഭീഷണിയിൽ നിൽക്കുന്നതിനിടയിലാണ് ഞായറാഴ്ച പാലം പൂർണ്ണമായും തകർന്നു വീണത്. ഇപ്പോൾ എന്ന് വെച്ചാൽ ഇക്കൊല്ലം നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. നെല്ല് കയറ്റി പോകാൻ തന്നെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. കയറി പോകാനും എല്ലാ തടസ്സങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഈ വട്ടം പകുതിയായി ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്രയും പെട്ടെന്ന്, അതായത് അടുത്ത കൊല്ലം കൃഷി നടക്കുന്ന സമയത്തും പൂർണ്ണമായി ഒടിഞ്ഞു വീഴുകയാണെങ്കിൽ പോകുന്ന വണ്ടികളുടെ കയ്യിൽ വീണ് പോയാനെ. അപ്പോൾ നമ്മൾ പദ്ധതികൾക്ക് വേണ്ടി അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ചെയ്തു തരാമെന്ന് തന്നെയാണ് KLDC ഉദ്യോഗസ്ഥന്മാരും പറഞ്ഞിട്ടുള്ളത്. ഇവിടുന്ന് ഫോട്ടോകളും എല്ലാവരും, ഇവിടുത്തെ എല്ലാ കർഷകരെയും ഇവിടുത്തെ നാട്ടുകാരെ എപ്പോഴും പറയാനുള്ള ബുദ്ധിമുട്ട് തന്നെയാണ് ഈ പാലത്തിൻ്റെ കാര്യം. ഈ ഒരു പാലം മാത്രമാണ് ഇത്രയും മോശമായി എടുക്കുന്നത്. അന്തിക്കാട് പാടശേഖരത്തിലിറക്കിയ താറാവുകൂട്ടങ്ങളുടെ മുട്ട ശേഖരിച്ച് ഒരു വാഹനം ഈ പാലത്തിലൂടെ കടന്നുപോയി നിമിഷങ്ങൾക്കുള്ളിലാണ് പാലം തകർന്നു വീണത്. 3 സ്ലാബുകളാണ് പാലത്തിനുള്ളത്. ഇതിൽ 2 സ്ലാബും തകർന്ന് കനാലിലേക്ക് വീണ നിലയിലാണ്. ബാക്കിയുള്ള ഒരു സ്ലാബിലൂടെ ഇരുചക്ര വാഹനങ്ങളും മറ്റും കടന്നു പോകുന്നുണ്ട്. ഇത് ഏറ്റവും വലിയ അപകടത്തിന് കാരണമായേക്കുമെന്ന ഭീതിയും ഉയർന്നിട്ടുണ്ട്. പാലം തകർച്ച ഭീഷണി നേരിടുന്ന വിവരം നിരവധി തവണ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നുവെങ്കിലും ആവശ്യമായ അടിയന്തര ഇടപെടൽ നടത്താൻ KLDCയോ മറ്റ് അധികൃതരോ തയ്യാറായിട്ടില്ലെന്ന് കർഷകർ പറയുന്നു. റീബിൽഡ് കേരളയിൽ വെച്ച് പാലം നിർമ്മിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും കാര്യങ്ങൾക്ക് വേഗതയില്ലെന്ന ആക്ഷേപം വ്യാപകമാണ്. ബന്ധപ്പെട്ടവർ വേഗത്തിൽ സ്ഥലം സന്ദർശിച്ച് പാലം അടിയന്തരമായി നിർമ്മിക്കാൻ നടപടിയെടുക്കണമെന്ന് CPIM അന്തിക്കാട് ലോക്കൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു.